തലകുത്തി നിന്നാൽ എനിക്ക് ഉമ്മൻചാണ്ടി സാർ ആകാൻ പറ്റില്ല. അത്രയ്ക്ക് ജനകീയനാകാനുള്ള കഴിവ് എനിക്കില്ല. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വി.ഡി. സതീശൻ അന്ന് തന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ആൾക്കൂട്ടത്തിന്റെ ആളല്ല ഞാൻ. ഏതു വിഷയത്തെക്കുറിച്ചും പഠിച്ച് കണക്കുകൾ നിരത്തി പ്രസംഗിക്കാനാണ് ഇഷ്ടം. പ്രസംഗിക്കാൻ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് മാറുന്നത് ഇഷ്ടവുമല്ല. അതേസമയം മകൾ ഉണ്ണിമായ അച്ഛനെക്കുറിച്ച് പറയുന്നത്, അച്ഛനെ വിമർശിക്കാറുണ്ട്. നന്നായി വായിക്കുന്ന ആളാണ് അച്ഛൻ. പുതിയ പുസ്തകങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കും. മിസ് ചെയ്യരുതാത്ത സിനിമകൾ നിർബന്ധിച്ച് കാണിക്കും. പുതിയ തലമുറയോട് സംസാരിക്കുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് അച്ഛനില്ല. പ്രായം നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണും. നിന്നെക്കാളും ഒരുപാട് ഓണം ഞാൻ കൂടുതൽ ഉണ്ടിട്ടുണ്ട് എന്ന ഡയലോഗൊന്നും അച്ഛൻ പറയാറില്ല. നല്ല തർക്കങ്ങൾ ഉണ്ടാകും. അതിനിടയിൽ എനിക്ക് ദേഷ്യവും കരച്ചിലും വരും. അതേസമയം തൻ്റെ കടുത്ത സ്ത്രീപക്ഷ നിലപാടിന് കാരണം മകളാണെന്ന് വി.ഡി. സതീശൻ പറയുന്നുണ്ട്. ആൺപെൺ എന്നതിനപ്പുറം ലിംഗസമത്വത്തോടെ പെരുമാറാൻ അവളാണ് പഠിപ്പിച്ചത്. പഴയ തലമുറയിലെ ആളെന്ന രീതിയിൽ എൻ്റെ ചിന്താഗതിയിൽ ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് മാറ്റിയതും മകളാണ്. പുതുതലമുറയോട് കുറച്ചുകൂടി എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് മകളുമായുള്ള സംവാദം കൊണ്ടാകും. യാത്ര പോകുമ്പോൾ എൻ്റെ ബാഗ് പാക്ക് ചെയ്യ് എന്ന് പറയുന്ന ആളല്ല അച്ഛനെന്ന് ഉണ്ണിമായ പറയുന്നുണ്ട്. ആരെയും കാത്തു നിൽക്കാതെ ഒറ്റയ്ക്ക് ചെയ്യും. അച്ഛനെ വീട്ടിൽ കിട്ടുന്നില്ല എന്ന പരാതിയൊന്നും എനിക്കും അമ്മയ്ക്കുമില്ല. ഇവിടെയുള്ള സമയം അച്ഛൻ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഫോൺ പോലും അത്യാവശ്യത്തിനെ ഉപയോഗിക്കൂ. അതേസമയം നെട്ടൂരിലെ വീട്ടിൽ നിന്ന് പനങ്ങാട് ഹൈസ്കൂളിലേക്കുള്ള 4 കിലോമീറ്റർ നടത്തമാണ് സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ അടിത്തറ. വഴിയിൽ നിൽക്കുന്ന മൂവാണ്ടൻ മാവുകളിലെ തുഞ്ചത്തെ മാങ്ങ എറിഞ്ഞിടുന്നതിൽ അന്ന് സതീശന് 1ാം റാങ്ക് ആയിരുന്നു. ആ പഴയ ഉന്നം പിൽക്കാലത്ത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും കണ്ടു. UDFന്റെ കേരള നിയമസഭയിലെ വിജയത്തിലും നിർണായകമായി. തോൽവിയിൽ തളരാത്ത പറവൂർ ബന്ധമാണ് സതീശനെ വളർത്തിയത്. 1996 വെറും 14 ദിവസത്തെ പ്രചരണവുമായി പറവൂരിലെത്തിയ സതീശൻ അന്ന് പരാജയപ്പെട്ടത് വെറും 1016 വോട്ടുകൾക്കാണ്. തോറ്റിട്ടും അദ്ദേഹം പറവൂർ വിട്ടുപോയില്ല. ജനങ്ങളുടെ കണ്ണീരിലും പുഞ്ചിരിയിലും ഒപ്പം നിന്നു. ആർദ്രത വറ്റിയാൽ പിന്നെ രാഷ്ട്രീയക്കാരനില്ല എന്ന സതീശന്റെ ഫിലോസഫി അവിടെയാണ് രൂപപ്പെട്ടത്. തീരദേശത്തെ പട്ടിണിയും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ സങ്കടവും കണ്ട നിയമസഭയിൽ വിതുമ്പിയ സതീശൻ വെറുമൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരനല്ലെന്ന് തെളിയിക്കുകയായിരുന്നു. മലയാളം മീഡിയത്തിൽ പഠിച്ച് തേവര SH കോളേജിലെത്തിയ സതീശന് തുടക്കത്തിൽ ചെറിയൊരു ചങ്കെടുപ്പുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഗമയിൽ സംസാരിക്കുന്ന നഗരത്തിലെ കുട്ടികൾക്ക് മുന്നിൽ പതറാതെ ഗ്രാമർ തെറ്റാതെ സംസാരിക്കാൻ അദ്ദേഹം പഠിച്ചു. ക്രിക്കറ്റ് അറിയാത്ത നാട്ടിൽ നിന്ന് വന്ന് ക്രിക്കറ്റ് സാങ്കേതികതകൾ പഠിച്ച് ചർച്ചകളിൽ ഇടിച്ചുകയറിയ ആ തന്റേടമാണ് പിന്നീട് അദ്ദേഹത്തെ MG യൂണിവേഴ്സിറ്റി ചെയർമാനാക്കിയതും ഹൈക്കോടതിയിലെ തിരക്കുള്ള വക്കീലാക്കിയതും.